ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോൾ ഇന്നലെ തുടങ്ങിയ മഴയാണ്. പക്ഷെ ഇവിടെ ഒന്നും മഴ കുറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മഴ കുറഞ്ഞിട്ടുണ്ടെന്ന്, പക്ഷെ സ്റ്റിൽ റെയിനാണ്. സ്റ്റില്ല് ഭയങ്കര മഴയാട്ടോ. നമ്മൾ കോടയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരിക. അതായത് മഴ സമയത്ത് എൻ്റെ സ്കൂളൊക്കെ നടന്നു പോകേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുടയെല്ലാം പിടിച്ച് ഈ മഴയിൽ വെള്ളത്തിലൂടെ നടക്കുന്നത്, ഇതിൻ്റെ ചള്ളയൊക്കെ തെറിച്ച് ഡ്രസ്സൊക്കെ അലമ്പാവുന്നത് ഒരു രസം തന്നെ. ഈ നടത്തത്തിൽ എൻ്റെ ഷൂ എല്ലാം പോയിട്ടുണ്ട്. വൈറ്റ് ഷൂ എല്ലാം ഫുള്ള് ഡേർട്ടിയായി. ഇവിടെ പിന്നെ നോമ്പിൻ്റെ ലാസ്റ്റ് ഡേ ആട്ടോ. നോമ്പിൻ്റെ ലാസ്റ്റ് ഡേയും കൂടി ആയിട്ട് മഴ പെയ്യുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കരുതാൻ. വീട്ടിൽ നിന്ന് നടക്കേണ്ട ദൂരം ഒരു 7 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി 7 കൂടുതലായി കാണും, കാരണം റോഡെല്ലാം നല്ല വെള്ളമായിട്ട് കിടക്കുന്നുണ്ടേ. വണ്ടിയെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് വരാൻ. അപ്പോൾ കാണുന്നതാണ് എൻ്റെ ഹോസ്പിറ്റൽ. അപ്പോൾ എല്ലായിടവും റമദാൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. നാളെയാണ് റമദാൻ. വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈറ്റെല്ലാം ഓൺ ചെയ്ത് സിസ്റ്റം എല്ലാം ഒന്ന് ഓണാക്കിയിടുക, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയം വേസ്റ്റ്. കാരണം ഈ സിസ്റ്റം എല്ലാം ഒന്ന് ഓണായി വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. പിന്നെ ഇത് രസമല്ലേ? അപ്പോൾ ഈദ് ലീവെല്ലാം ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 19 മുതൽ 23 വരെ. 24 ഡ്യൂട്ടിക്ക് എല്ലാവരും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വന്ന് കയറിയതാണെന്ന് കാണിച്ചു. എൻ്റെ സിസ്റ്റമെല്ലാം ഓൺ ചെയ്തിട്ടു. ദെൻ ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പറേഷൻ ഉണ്ട് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ടുള്ള ബുക്സ് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടു. വീട്ടിൽ നിന്ന് ടൈം ഉണ്ടെങ്കിൽ ബാക്കി ചെയ്യാലോ എന്ന് അർത്ഥത്തിൽ വീട്ടിൽ കൊണ്ടുപോകും. ഇനി നമുക്ക് നമ്മുടെ സ്കാൻ മെഷീനും പ്രിൻ്ററെല്ലാം ഓണാക്കിടാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് അവരുടെ ഫ്രണ്ടിൽ വെച്ച് വെള്ളം കുടിക്കുന്നതിനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളോട് പറയും കുടിച്ചോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളതൊരു റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കും. അപ്പോൾ ഇനി ഒരു ചെറിയ ചായ കുടിയുണ്ട്. പിന്നെ നൈറ്റ്സ് കൊണ്ടുവന്ന റോഡ് സ്മൂത്തി കഴിക്കലുണ്ട്. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. Bye guys. ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇന്ന് ഈദ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല ഇന്ന്. പക്ഷേ നമ്മൾ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവർണറൊക്കെ വരുന്നുണ്ട്. ഹോസ്പിറ്റൽ ഡയറക്ടർ, ഗവർണർ. അപ്പം കുറച്ച് ആൾക്കാരെല്ലാം വന്നു വെച്ചിട്ട് പേഷ്യൻസിനെ കാണുന്നുണ്ട്, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഈദ് മുബാറക്ക് കൈമാറുന്നുണ്ട്, അതായത് വിഷസ് പറയുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് വെച്ചിട്ട് അഡ്മിനിസ്ട്രേഷനിലും
വരണമെന്നുണ്ടല്ലോ. സോ അതിനെ ബേസ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിന്ന് എൻ്റെ വീക്കെൻഡ് അയച്ചിട്ടും വന്നത്. അപ്പോൾ ഒഫീഷ്യലി കംപ്ലീറ്റ് വൈറ്റ് ഷോളാട്ടോ ഇടേണ്ടത്. പിന്നെ ഇന്ന് ഈദാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും പറയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഷോൾ ഇടുന്നുണ്ട്. പക്ഷേ പല ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഏത് ടൈപ്പുള്ള കളർ ഷോൾ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ഇവിടെ വൈറ്റ് ഷോള് യൂസ് ചെയ്യണം നിർബന്ധമാണ് കേട്ടോ. വൈറ്റ് ഷോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് വൈറ്റ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചു. നടന്നു വന്നതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ എൻ്റെ അവിടെ ഒരു ഓഫീസിൽ ഞാൻ AC ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്ന് ആയി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഓൾഡ് AC ആണ്, പക്ഷെ പെട്ടെന്ന് നല്ല കൂളുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പെട്ടെന്ന് ഇരിക്കണം. പിന്നെ എന്താണ് ഇന്ന് അപ്പോൾ ഇവിടെ ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറച്ച് ഡെക്കറേഷൻസ് കാര്യങ്ങളുണ്ട്. അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ആ സെയിം കാരണം ഇവിടെ ഭയങ്കര വലിയ ഡെക്കറേഷൻ ആയിട്ട് ആർക്കും ഇഷ്ടമല്ല, ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആയിട്ടാണ് അതാണ് കാണിക്കുന്നത്. هذه تعبانه وهذه لا هذه كلها طيبه هذه طيبه وهذه طيبه وهذه طيبه اهم شيء بس നമുക്ക് അവരോട് അങ്ങനെ എടുക്കാം. കുറെ ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട് നാളെ ദൈവം എനിക്കങ്ങ് ചമ്മി പോയി. ഇതിലുള്ള വീഡിയോസ് അല്ലേ അയ്യോ മോയ വന്നിട്ടില്ല. ഇതാരാ മെയിൻ കഴിഞ്ഞോ? ഹലോ ഹലോ നമ്മുടെ സൂപ്പർവൈസറായ സിസ്റ്റർ ലീന മാത്യു ആരെങ്കിലും വരുന്നുണ്ടോ? ലീന ചേച്ചി ഈദിനെ കുറിച്ച് വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഈദ് വിശ്വസ് പറയൂ ചേച്ചി. ലീന ചേച്ചി ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സീനിയർ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാണ് കേട്ടോ. അപ്പൊ ചേച്ചി ഈദിനെ കുറിച്ചിട്ട് എന്താണ്? മതങ്ങൾക്കപ്പുറം മനുഷ്യ സ്നേഹത്തിലുള്ളതായിട്ട് എല്ലാ പെരുന്നാളുകളും എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പെരുന്നാൾ ആശംസകൾ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സിസ്റ്റർ അൻസിയ ഈദിനെ കുറിച്ച് പറയുന്നതായിരിക്കും. അൻസിയ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഹായ് ഓൾ. അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈദ് അല്ലെങ്കിൽ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഇതെല്ലാം എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെയോ ഒരു റിലീജിയൻ്റെയോ മാത്രം ഒരു ആഘോഷമായിട്ട് കണക്കാക്കാണ്ട് അതെല്ലാം ഒരു മനുഷ്യ സമുദായം, നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന ഒരേ ഒരു ജാതി, ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ എല്ലാ ഫെസ്റ്റിവലും എല്ലാവരുടെയായിട്ട് കണക്കാക്കിയിട്ട് ഒത്തൊരുമിച്ച് ഇത് ആഘോഷിക്കേണ്ട സമയമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ചിലപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെയാണല്ലോ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഞാൻ പറയുന്നതാണ്. കാരണം ചില പ്രശ്നങ്ങൾ ചിലയിടത്ത് ഉണ്ടാകുമ്പോൾ മനുഷ്യനെന്ന് പറയുന്ന ഒരു സമുദായം മാത്രമാണ് നമുക്കുള്ളത്. അതിൽ പല മതങ്ങളോ മറ്റ് കാര്യങ്ങളോ ഇടിച്ചു ചേർത്തേണ്ട ആവശ്യം തന്നെയില്ല. നമ്മുടെ ഒരു സമുദായത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ നെയ്ബറായിട്ട് വരുന്നവർ ക്രിസ്ത്യൻ ആയിരിക്കും, ഹിന്ദു ഉണ്ടായിരിക്കും, മുസ്ലിംസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നമ്മളെ നെയ്ബറിൻ്റെ അടുത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപഴകുമ്പോൾ അവർ നമ്മളുടെ ഒരു റിലേറ്റീവ്സിനെ പോലെ ആവുകയാണ്. അപ്പം അവിടെ വേറൊരു മതത്തിൻ്റെയോ ഒരു പ്രശ്നവും ഒന്നും കടന്നു വരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാവരും ഒരു മനുഷ്യനായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ലോകമെമ്പാടുള്ളവർ
എല്ലാവരും അതുപോലെ തന്നെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പം നമ്മുടെ ലോകത്ത് നടക്കുന്നുള്ളൂ. സോ ഇന്ന് ഈദ് എല്ലാവരും ആഘോഷിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മനുഷ്യ സമുദായം മൊത്തം ഏറ്റെടുത്തിട്ട് ഈദ് സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. ഉള്ളല്ലേ ഇവൻ ഇത് ഇടരുതെന്ന് പറഞ്ഞു. ഇന്നായതുകൊണ്ടൊന്നും പറയില്ല. يا هلا مين هناك؟ هو كل اللي بتاع ده كان مقلوب انت مش ما شكله كان مقلوب فيديو اوكي يعني كيف فيديو دقيقة يا آية دقيقة 1 ഗീത ടേക്ക് പിക്ചർ ഫോട്ടോ ഹീന. ها ايه صورت ايوه هيدريس